Hello guys, welcome back to my YouTube channel and welcome to episode 11 of our road trip series. അങ്ങനെ ഗൈസ് ഫൈനലി നമ്മൾ ഫോർട്ട് വർത്ത് മ്യൂസിയത്തിൽ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ജേണിയും എല്ലാം. അപ്പോൾ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സമയം ഇപ്പോൾ ഈവനിങ് 7:30 കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ഇപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഇവിടെ എന്താണ് എക്സ്പ്ലോർ ചെയ്യാനുള്ളതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ പറയാം ഗൈസ്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ മ്യൂസിയത്തിൻ്റെ പേരാണ് ഫോർട്ട് വർത്ത് മ്യൂസിയം ഓഫ് സയൻസ് ആൻഡ് ഹിസ്റ്ററി. 1941 തുടങ്ങിയിട്ടുള്ള ഈ മ്യൂസിയം കുട്ടികൾക്കായാലും അഡൽസിനായാലും വളരെ സിമ്പിളായിട്ട് സയൻസ് ആൻഡ് ഹിസ്റ്ററി കാണിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഫോർട്ട് വർത്ത് സിറ്റീൻ്റെ പാരമ്പര്യവും ടെക്സസിൻ്റെ ഹിസ്റ്ററിയൊക്കെ വളരെ മനോഹരമായിട്ടാണ് ഇവിടെ കാണിക്കുന്നുള്ളത്. പിന്നെ കുട്ടികൾക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ കളിച്ച് പഠിക്കാൻ പറ്റുന്ന ഒരുപാട് സയൻസ് എക്സിബിഷൻസ് ഒക്കെ ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു മ്യൂസിയം കൂടിയാണിത്. ഇതൊക്കെയാണെങ്കിലും ഈ മ്യൂസിയത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ 8K LED ഓംനി തിയേറ്റർ ആണ് ഗൈസ്. നമ്മളിപ്പോൾ പോകുന്നത് അങ്ങോട്ടാണ്. ഈ മ്യൂസിയത്തിൻ്റെ അകത്താണ് ഗൈസ് ജെയിൻ ആൻഡ് ജോൺ ജസ്റ്റിൻ ഫൗണ്ടേഷൻ ഓംനി തിയേറ്റർ ഉള്ളത്. അപ്പോൾ ഈ മ്യൂസിയം 5 മണിയൊക്കെ ആകുമ്പോൾ ക്ലോസ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒന്നും കാണാൻ പറ്റില്ല. പക്ഷേ ഓംനി തിയേറ്റർ നൈറ്റും ഫംഗ്ഷനിങ് ആണ്. സ്പെഷ്യൽ ഷോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ നമ്മളിപ്പോൾ 8:30 ഷോയിനാണ് വന്നിട്ടുള്ളത്. ഈ ഓംനി തിയേറ്റർ ചില്ലറക്കാരനല്ല ഗൈസ്, വേൾഡ് റെക്കോർഡ് നേടിയിട്ടുണ്ട്. അതായത് വേൾഡ്സ് ലാർജസ്റ്റ് LED ഡോം ഡിസ്പ്ലേ ഒരു മ്യൂസിയത്തിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ഇവിടെയാണ്. അങ്ങനെ നമ്മളിപ്പോൾ ഓംനി തിയേറ്ററിന്റെ പുറത്ത് വെയിറ്റിംഗ് ആണ് ഗൈസ്. ടിക്കറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ 8:30 ഷോനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ റെസൊല്യൂഷൻ എ സിനിഫോണിക് റാപ്സഡി ഫോർ ദ സോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിലിമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അത് ഓസ്കർ ആൻഡ് എമ്മി വിന്നേഴ്സ്, ഇന്റർനാഷണൽ വിന്നേഴ്സ് ആണ് ക്രിയേറ്റ് ചെയ്തതെന്നാണ് പറയുന്നത്. അതിനേക്കാളൊക്കെ നമ്മൾ ഈ 8K LED ഡോം എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ് വന്നത്. കാരണം നമ്മളെല്ലാവരും ഇത് ആദ്യമായിട്ടാണ് ഗൈസ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു നമ്മൾ. സോ ഗൈസ് നമ്മളങ്ങനെ ഇപ്പോൾ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് എങ്ങനെയാണെന്നുള്ളത് അറിയാനായിട്ട്. അപ്പോൾ നമുക്ക് പോയി നോക്കാം ഗൈസ്. നമ്മളിപ്പോൾ പോകുന്നത് കുറച്ചും കൂടി ലേറ്റ് ആയിട്ടുള്ള ഷോ ആയതുകൊണ്ടായിരിക്കും അത്രയൊന്നും ആൾക്കാരില്ലായിരുന്നു ഈ ഷോയിൽ. പക്ഷേ ഇതിന് മുമ്പത്തെ ഷോയിൽ നിന്ന് കുറേ ആൾക്കാർ ഇറങ്ങി പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മ്യൂസിയം കൂടി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ആൾക്കാർ വരുന്നത് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ. പക്ഷെ മ്യൂസിയം ഒക്കെ നേരത്തെ ക്ലോസ് ചെയ്യുന്നുണ്ട്, 5 മണിക്കൊക്കെ ക്ലോസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഡേ ടൈമിലായിരിക്കും ആൾക്കാർ കൂടുതലെന്നാണ് തോന്നുന്നത്. പക്ഷെ ഇപ്പം ഞങ്ങളെ പോലെ തിയേറ്റർ മാത്രമാണ് നിങ്ങൾ നോക്കി വരുന്നത് എന്നുണ്ടെങ്കിൽ നൈറ്റ് ആയാലും അടിപൊളിയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങളിപ്പോൾ ഓംനി തിയേറ്ററിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പോൾ ആ ഒരു കയറി വരുമ്പോഴുള്ള ഒരു വ്യൂ ഒരു രക്ഷയിലായിരുന്നു ഗൈസ്. കാരണം ശരിക്കും നമ്മൾ വേറെ ഏതോ ഒരു വേൾഡിലേക്ക് കയറിപ്പോകുന്ന ഒരു ഫീൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ നോർമൽ ഫിലിംസ് ആണെങ്കിൽ നമ്മളിപ്പോൾ കാണുവാണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടല്ലോ. പക്ഷേ ഇതിനകത്ത് കയറിയപ്പോൾ നമുക്കത് തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ല. നമ്മൾ ശരിക്കും ഇതിനകത്തുള്ളത് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതിപ്പോൾ പറയാൻ വാക്കുകളില്ല ഗൈസ്, നമ്മളത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് തന്നെ അറിയണം. മാത്രമല്ല അത് വീഡിയോയിൽ എത്രമാത്രം കാണുന്നുണ്ട് എന്നുള്ളതും എനിക്കറിയില്ല. പക്ഷേ ഞാനിങ്ങനെ കാണിച്ചിട്ടുണ്ട് മൊത്തത്തിൽ 360 ഡിഗ്രി. ഇത് ലോകത്തിൽ വെച്ച് തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് ഇമ്മേഴ്സീവ് ഡോം സ്ക്രീൻ എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു മ്യൂസിയത്തിനകത്തുള്ള ലോകത്തിലെ ലാർജസ്റ്റ് LED ഡോം ഇതാണ്. ഇതിനകത്ത് 12,000 ഇൻഡിവിജ്വൽ LED സ്ക്രീൻസ് ആണ് ഇവർ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ ഒരു സിംഗിൾ സീലിംഗ് ഡോമിലേക്ക്. അതുകൊണ്ട് തന്നെ നോർമൽ തിയേറ്റേഴ്സിനെക്കാളും 40 ടൈംസ് ബ്രൈറ്റർ ആണ് ഇവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഏറ്റവും പുതിയ കോസ്മ 8K LED ടെക്നോളജിയോടെയാണ് ഇത് റിനോവേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിവർ റീസെൻ്റ് ആയിട്ടാണ് റിനോവേറ്റ് ചെയ്തത്. ഈ ടെക്നോളജി ലോകത്തിൽ തന്നെ വളരെ റെയർ ആണ്.
അങ്ങനെ ഇപ്പോൾ ഫിലിം തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അതിന് മുന്നേ ആയിട്ട് ഇവർ ഇൻട്രോ പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഇൻട്രോയിൻ്റെ ഒക്കെ ഷോർട്ട് ക്ലിപ്സ് ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നുള്ളത്. കാരണം ഫിലിം നമുക്ക് പിന്നെ ഷൂട്ട് ചെയ്യാൻ പാടില്ലല്ലോ, അതുകൊണ്ട് അത് ഞാൻ കാണിക്കുന്നില്ല വീഡിയോയിൽ. അതിന് മുമ്പുള്ള ഇൻട്രോ സീൻസൊക്കെയാണിത്. ശരിക്കും വേറെ ലെവൽ തന്നെയായിരുന്നു ഗൈസ് ഇത്. നമ്മൾ ഈ സീറ്റിൽ ഇങ്ങനെ ചാരി കിടന്ന് കാണുന്ന സമയത്ത് ശരിക്കും നമ്മൾ ഈ ഫിലിമിൻ്റെ അകത്ത് ജീവിക്കുന്ന പോലെയുള്ള ഒരു കിടിലൻ ഫീലിംഗ് തന്നെയാണ് ഇത് തരുന്നത്. ഭയങ്കര റിയലിസ്റ്റിക് ആണ് ശരിക്കും. ഈ ഫിലിമിനകത്ത് ഉണ്ടായിരുന്ന പോലെ ഇപ്പോൾ സ്പേസ് കാണിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കടലിൻ്റെ അടിയിൽ പോകുന്ന സമയത്ത് അതൊക്കെ ശരിക്കും നമ്മൾ അതിലൂടെ പോകുന്ന പോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷെ അതിപ്പോൾ ഫിലിം കാണിക്കുന്നതിന് റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് ഞാൻ അതൊന്നും കാണിക്കുന്നില്ല. നമ്മൾ കാണുന്നുണ്ടായ ഈ ഫിലിമിൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു വിഷ്വൽ ആൻഡ് മ്യൂസിക്കൽ ജേണി തന്നെയായിരുന്നു. ഈ ഫിലിമിൽ നമ്മൾ നോർമൽ മൂവീസ് കാണുന്നത് പോലെ അല്ലായിരുന്നു. ശരിക്കും നമ്മൾ ആർട്ട്, മ്യൂസിക് ആൻഡ് നേച്ചറിലേക്ക് ഇങ്ങനെ മുങ്ങിയതുപോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ ബ്രെത്ത് ടേക്കിംഗ് വിഷ്വൽസും പവർഫുൾ ഓർക്കസ്ട്രൽ സൗണ്ട് ട്രാക്കും കൂടി ആയപ്പോൾ വേറെ ലെവൽ തന്നെയായിരുന്നു. Top of the dome to exit. You can also make sure that you have any personal belongings, any phones, keys, jackets, wallets. അങ്ങനെ നമ്മൾ ഫിലിം കണ്ടു കഴിഞ്ഞ് ഇറങ്ങി ഗൈസ്. ഇപ്പോൾ സമയം 9:30 ആയിട്ടുണ്ട്. 1 hour ഷോ ആയിരുന്നു അത്. ഡെഫിനറ്റ്ലി ഇത് നമ്മുടെ ഈ ട്രിപ്പിൻ്റെ വൺ ഓഫ് ദ ഹൈലൈറ്റ്സ് എന്ന് തന്നെ വേണം പറയാനായിട്ട്. വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. അങ്ങനെ ഇനി നമ്മളിപ്പോൾ തിരിച്ച് പോവാണ് ഗൈസ്. ഇനി നമുക്കൊരു ബ്രേക്ക് ഒന്നും എടുക്കാനുള്ള ഒരു ടൈം ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ച് ഡ്രൈവ് ചെയ്ത് പോവാണ്. നമുക്കിനി ഇവിടെ നിന്ന് ഒരു 4-5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് ഒക്ലഹോമ എത്താൻ വേണ്ടിയിട്ട്. നമ്മളെന്തായാലും നേരം പുലരും അവിടെ എത്തുമ്പോൾ. പക്ഷെ എന്നാലും നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പോവാണ് ഗൈസ്. ഇപ്പം നമ്മൾ ഫോർട്ട് വർത്ത് സിറ്റിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ടെക്സസിൻ്റെ യഥാർത്ഥ പാരമ്പര്യമുള്ളത് ഈ ഫോർട്ട് വർത്ത് സിറ്റിയിലാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ സ്നേഹത്തോടെ ഈ സിറ്റീനെ വിളിക്കുന്നത് കൗ ടൗൺ എന്നാണ്. അതായത് കൗബോയ് കൾച്ചർ എന്ന് പറയില്ലേ, പഴയ കാലത്ത് ലക്ഷക്കണക്കിന് കന്നുകാലികളെയൊക്കെ കൊണ്ട് കൗബോയ്സ് നടന്നു പോയിരുന്നത് ഇതിലൂടെയായിരുന്നു. പിന്നെ ഒരു അടിപൊളി ഫാക്ട് എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കാണുന്ന അമേരിക്കൻ ഡോളറിൻ്റെ പകുതി നോട്ടുകളും അച്ചടിക്കുന്നത് ഇവിടെയാണെന്നാണ് പറയുന്നത്, ഈ ഫോർട്ട് വർത്ത് സിറ്റിയിൽ. അമേരിക്കയിൽ ആകെ 2 സ്ഥലങ്ങളിൽ മാത്രമേ ഈ പണം പ്രിന്റ് ചെയ്യുന്നുള്ളൂ. അതിലൊന്ന് വാഷിങ്ടൺ DC-യിലും മറ്റേത് ഈ ഫോർട്ട് വർത്തിലുമാണുള്ളത്. നമ്മളിപ്പോൾ പോകുന്ന ഈ വഴിക്ക് എവിടെയോ ആണ് ആ വലിയ കറൻസി പ്രിന്റിംഗ് ഫാക്ടറി ഉള്ളത്. പിന്നെ ഇതിന് പറയാനായിട്ടൊരു പഴയ വൈൽഡ് വെസ്റ്റ് കഥയും കൂടി ഉണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്ന പീസ്ഫുൾ ആൻഡ് കാം ആയിട്ടുള്ള ഒരു ഡൗൺ ടൗൺ ആയിരുന്നില്ല പണ്ട്. ഇത് അക്രമികളുടെ കേന്ദ്രമായിരുന്നു ഇത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിറ്റീനെ ഹെൽസ് ഹാഫ് ഏക്കർ എന്നായിരുന്നു അറിയപ്പെടുന്നുണ്ടായിരുന്നത്. പണ്ട് അമേരിക്കയിലെ കൊള്ളക്കാരൊക്കെ പോലീസിൽ നിന്ന് ഒളിച്ച് താമസിച്ചിരുന്നത് ഇവിടെയായിരുന്നു എന്നാണ് പറയുന്നത്. നമ്മളങ്ങനെ ഇപ്പോൾ ഫോർട്ട് വർത്ത് സിറ്റി കഴിഞ്ഞിട്ടുണ്ട്. സമയം ഇപ്പോൾ 10:30 ആയിട്ടുണ്ട്. നമ്മൾ ഡിന്നർ കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു ബ്രേക്ക് എടുത്തു. നമ്മൾ പാർസൽ വാങ്ങിയിട്ട് വണ്ടിയിൽ നിന്ന് തന്നെ കഴിക്കുമായിരുന്നു ചെയ്തത്. അങ്ങനെ ലൈറ്റായിട്ട് ഫുഡ് കഴിച്ചിട്ട് നമ്മളിപ്പോൾ വീണ്ടും ഒക്ലഹോമയിലേക്കുള്ള ജേർണി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഗൈസ്.
ഒക്ലഹോമ സ്റ്റേറ്റ് ബോർഡർ നമ്മൾ പാസ്സായിട്ടുണ്ട് ഓൾറെഡി. പിന്നെയുള്ളതൊക്കെ സെയിം റൂട്ടും സെയിം സീൻസൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞാനത് ഡ്രൈവിംഗ് വീഡിയോസ് പിന്നെ എടുത്തിട്ടില്ല അധികം. ഇന്നിനി നമ്മൾ ഒക്ലഹോമയിൽ തന്നെ, അതായത് നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് തന്നെ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ പുലർച്ചെ 3:30 ആവും എത്തുമ്പോൾ. പിന്നെ അവിടെ നിന്ന് നമുക്ക് 10-11 മണിക്കൂറുണ്ട് ബാക്ക് ടു ഹോം ഡ്രൈവ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മളിവിടെ ഇനി കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് മോർണിംഗ് വീണ്ടും ഡ്രൈവ് തുടങ്ങാമെന്നാണ് ഗൈസ് പ്ലാൻ. മോർണിംഗ് എണീക്കുമോ എന്നുള്ളത് മാത്രം അറിയില്ല ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ സേഫ്ലി ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഇവരുടെ പ്ലേസിൽ, സ്റ്റീൽ വാട്ടർ ഒക്ലഹോമ. സമയം ഇപ്പോൾ 3:20 AM. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി റൂമിൽ എത്തിയിട്ട് വേണം ഗൈസ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട്. എല്ലാവരും ടയേർഡാണ്. അപ്പോൾ ഇനി നാളത്തെ ഫൈനൽ എപ്പിസോഡും നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഉള്ള കാഴ്ചകളും അതിൻ്റെ ഇടയ്ക്ക് ഉള്ള ബ്രേക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നാളത്തെ ഫൈനൽ എപ്പിസോഡിൽ വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ and stay tuned for the next vlog. Thank you for watching.